ദേവരഥങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. കൽപ്പാത്തി രഥോത്സവം 2ാം ദിനം. രഥപ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് ആ വീഥിയിൽ പ്രയാണം നടത്തിയത്. പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് അരുൺ ആലത്തൂരിന്റെ ആ റിപ്പോർട്ട് കാണാം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ 2ാം ദിനത്തിലും അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തിരക്കാണ് രഥപ്രയാണത്തിന്റെ 2ാം ദിവസം കാണാൻ സാധിക്കുന്നത്. മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് ഇന്നിപ്പോൾ അഗ്രഹാര വീഥിയിൽ പുതുതായി രഥപ്രയാണം ആരംഭിച്ചത്. അല്പസമയം മുൻപ്, അതായത് കൃത്യം ഒരു 11:30 മന്തക്കര മഹാഗണപതി രഥപ്രയാണം ആരംഭിച്ചത്. ആദ്യം ഭഗവാന്റെ രഥാരോഹണം, ആ രഥാരോഹണത്തിന് ശേഷം രഥപ്രയാണം ആരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ അഗ്രഹാര വീഥികൾ സ്ത്രീകളൊക്കെ വലിയ ആവേശത്തോടെ, അതിൻ്റെ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്ത്രീകളാണ്, അവരുടെയൊക്കെ ഒരു ആവേശം, ഭഗവാന് സ്തുതികൾ പാടിക്കൊണ്ടും മറ്റുമൊക്കെ വലിയ ആവേശം, ഭഗവാനെ ജയ് വിളിക്കുന്ന കാഴ്ചകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അഗ്രഹാരത്ത് ഇന്നിപ്പോൾ വേദമന്ത്ര മുഖരിതമായ അഗ്രഹാരത്ത് ഭഗവത് സ്തുതികളാൽ നിറയുന്ന കാഴ്ച വലിയ ആവേശത്തോടു കൂടെയാണ്. ഇന്നും രഥോത്സവത്തെ കഴിഞ്ഞ ദിവസത്തെക്കാൾ തിരക്ക്, അതായത് രഥം വലിക്കുന്നതിന് വേണ്ടി വിശ്വാസികളുടെ കഴിഞ്ഞ ദിവസത്തെക്കാളൊക്കെ ഉള്ള വലിയ തിരക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ സ്ത്രീകളോട് തന്നെ ചോദിക്കാം, വലിയ ആവേശമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥോത്സവമാണ് ഇന്ന് 2ാമത്തെ ദിവസം. സോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുക. വലിയ ആവേശമാണ് രഥോത്സവം. പിന്നെ രഥോത്സവം കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുന്നത്. കുട്ടിക്കാലത്തുനിന്ന് ഇവിടെ വന്ന് കളിക്കുന്നതാ. കൊച്ചു കുട്ടിയായിരുന്നു അപ്പോഴ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ആവേശമാണ്. ലേഡീസാ ജാസ്തി. അമ്മയാണ് കൽപ്പാത്തി രഥോത്സവം. ഉത്സവങ്ങളുടെ അമ്മയാണ് കൽപ്പാത്തി രഥോത്സവം. ഞങ്ങളെല്ലാവരും അതിന്റെ ഒരു ഇമോഷനാണ്. എല്ലാവരും ഇന്നത്തെ ദിവസം ഭയങ്കര സെലിബ്രേഷൻ തന്നെയാണ്. അത് തന്നെയാണ് ഒരുപാട് സ്ത്രീകളുടെ അവരുടെ ആവേശമാണ് നമ്മൾ കാണുന്നത്. അഗ്രഹാര വീഥികളിൽ ഇന്നിപ്പോൾ ഏതായാലും മന്തക്കര മഹാഗണപതിയുടെ രഥം കൂടി പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം, അതായത് നാളെ 16-ാം തീയതിയാണ് ദേവരഥ സംഗമം നടക്കാൻ പോകുന്നത്. അതായത് ഇന്നലെ ആദ്യം ഈ രഥപ്രയാണത്തിനായി ആദ്യം അഗ്രഹാര വീഥികളിൽ പ്രയാണം ആരംഭിച്ചത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും അതുപോലെ തന്നെ പരിവാര ദേവതകളുടെയും 3 രഥങ്ങളായിരുന്നു ഇന്നലെ രഥപ്രയാണം നടത്തിയത്. ഇന്നത്തേക്ക് വരുന്ന സമയത്ത് മറ്റ് രഥങ്ങൾ കൂടി, അതായത് മന്തക്കര മഹാഗണപതിയുടെ രഥം കൂടി ഇന്നിപ്പോൾ അഗ്രഹാര വീഥിയിൽ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അച്ഛൻ പടിയിൽ നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും പരിവാരങ്ങളും വൈകിട്ടോടുകൂടെ അവരും പ്രയാണം നടത്തും എന്നുള്ളതാണ്. അതിനുശേഷം നാളെ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെയും അതുപോലെ തന്നെ ചാത്തപ്പുരത്തെ പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാരത്തിൽ പ്രയാണം ആരംഭിക്കുന്നതോടെ എല്ലാ രഥങ്ങളും അഗ്രഹാരത്ത് പ്രയാണം നടത്തും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ രഥങ്ങളും അഗ്രഹാര വീഥിയിലേക്ക് എത്തി നാളെ വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ഈ എല്ലാ രഥങ്ങളും നേർക്കുനേർ വരിക. 5 രഥങ്ങൾ ഒരുമിച്ച് വരുന്ന ദേവരഥ സംഗമം നാളെ വൈകിട്ടാണ് നടക്കുക. ഏതായാലും ഇന്നത്തെ ഈ ഒരു മന്തക്കര മഹാഗണപതിയുടെ രഥത്തിന്റെ പ്രത്യേകത എന്നുള്ളത് മറ്റു രഥങ്ങളൊക്കെ ഗ്രാമപ്രദക്ഷിണം നടത്തുമ്പോൾ ഈ മന്തക്കര മഹാഗണപതിയുടെ രഥം ഈ പുതിയ കൽപ്പാത്തിയിൽ മാത്രമേ പ്രയാണം നടത്തുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച്, അതായത് ആദ്യ തേരിൻ്റെ 1ാം തേരിനെ അപേക്ഷിച്ച് 2ാം തേരിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.